കഷ്ടതയിലെ കണ്ണുനീർ ജീവിതത്തെ ധന്യമാക്കും. ജീവിതത്തിൽ കഷ്ടം അനുഭവിക്കാത്തവരില്ല. കഷ്ടതകൾ സാഹചര്യങ്ങളെ സൃഷ്ടിക്കും. ദുരിതവും വേദനയും അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ് കഷ്ടത എന്ന് പറയുന്നത്. ആ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവർക്ക് അതുമൂലമുള്ള വേദനയുടെ വ്യാപ്തി അറിയൂ. ശാരീരികമോ മാനസികമോ വൈകാരികമോ ആയിരിക്കാം അതിൻ്റെ പലവിധ കാരണങ്ങൾ. മറ്റുള്ളവർ പറയുന്നതോ ചെയ്യുന്നതോ ആയ ദയയില്ലാത്ത കാര്യങ്ങൾ കൊണ്ടും നാം കഷ്ടത്തിൽ ആയിപ്പോകും. കഷ്ടത്തിൻ്റെ സാഹചര്യങ്ങളിൽ കണ്ണുനീരിൻ്റെ ചൂടിന് മാത്രമേ ഹൃദയത്തിൻ്റെ മേന്മ വർദ്ധിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ നമ്മുടെ ക്രിയാത്മക ശക്തിയെ ഉറപ്പിക്കുന്നതാണ്. ശക്തമായ കൊടുങ്കാറ്റിനെ അതിജീവിക്കുന്ന വൃക്ഷങ്ങൾ വീഴാതെ നിൽക്കുന്നത് ആഴ്ന്നിറങ്ങിയ വേരുള്ളതുകൊണ്ടാണ്. എണ്ണക്കുരു ചക്കിൽ ഞെരിഞ്ഞമരുമ്പോഴാണ് എണ്ണ കിട്ടുന്നത്. മണ്ണ് നന്നായി ചവിട്ടി കുഴച്ചിട്ടാണ് മേന്മയുള്ള മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നത്. പ്രതിസന്ധികളെ അതിജീവിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടേണ്ടി വരും. ആ ബുദ്ധിമുട്ട് മുള്ളുള്ള ചെടിയിലെ പുഷ്പം പോലെയാണ് എന്ന് മറക്കരുത്. കഷ്ടതയുടെ പര്യവസാനവും സന്തോഷത്തിൻ്റെ പരിമളം ആയിരിക്കുമെന്നുള്ളത് മറക്കരുത്. ആരും കാണുന്നില്ലായിരിക്കാം നിങ്ങളുടെ കഷ്ടത. അറിയുന്നവർ പോലും അടുക്കുന്നില്ലായിരിക്കും ആ വേളയിൽ. ദീർഘവർഷം ഫറവോയുടെ കഷ്ടപ്പെടുത്തലിൽ അടിമത്വം അനുഭവിച്ച ഇസ്രായേൽ ജനതയ്ക്ക് വാഗ്ദത്ത ദേശം ദൈവം കൊടുത്തതുപോലെ നിങ്ങൾക്കുമുണ്ട് ഒരു ദൈവിക വാഗ്ദത്തം. കഷ്ടപ്പാടുകൾ വലിയ സ്വത്താണ്. കഷ്ടപ്പാടുകൾ മനുഷ്യന് ഭാരമാകുമ്പോൾ ദൈവത്തിന് നമ്മിൽ പ്രവർത്തിക്കുവാൻ അതൊരവസരമാണ്. കഷ്ടത ദൈവിക ചട്ടങ്ങൾ പഠിക്കുന്നതിനുള്ള പാഠശാലയായി മാറുമ്പോൾ അത് ഗുണകരമായി തീരുന്നു. അതാണ് ഇയ്യോബിൻ്റെ ചരിത്രം. ആരെയും കഷ്ടത്തിലും വേദനയിലും ആക്കുന്നവരായി നാം തീരാതെ നമ്മുടെ കഷ്ടതയിൽ ദൈവത്തോട് അടുത്ത് എന്ന് ദൈവിക പ്രസാദം നേടുവാൻ അത് ഇടയാകട്ടെ. നമുക്കതിനായി സമർപ്പിക്കാം. ദൈവം നമ്മെ അതിനായി അനുഗ്രഹിക്കട്ടെ. ഒരു ശുഭ ദിനം കൂടി ഞാൻ നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു ഓൾ.